സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൈവശത്തിൽ നിന്ന് വാങ്ങി നല്ലൊരു ഇരിപ്പ് വശം പിന്നീട് പ്രശ്നസ്ഥിതിയിലേക്കായി മാറുകയും സാമ്പത്തികം തരാൻ പറ്റാത്ത സാഹചര്യങ്ങളിലോട്ട് പോവുകയും പിന്നെ വഴക്ക് മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോയി അതൊരു വലിയ പ്രശ്നങ്ങളായിട്ട് മാറി പിന്നെ ജന്മശത്രുക്കളായിട്ട് മാറേണ്ട ഒരു സാഹചര്യമാണ് ഈ സാമ്പത്തിക പ്രശ്നം. അത് ചില സമയങ്ങളിൽ ഗുണവും ചില സമയങ്ങളിൽ ദോഷവുമാണ്. നല്ല സമയങ്ങളിൽ ആരും പോയി സാമ്പത്തികം കടം മേടിക്കാറില്ല. അവരുടെ കാലദോഷം അനുഭവപ്പെടുന്ന സമയത്ത് സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് വന്നു കഴിയാൻ നേരത്ത് മറ്റേ ഒരു കാലക്കേടിലോട്ട് പോകാനായി ഇരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നാണ് സാമ്പത്തികം മേടിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കൊട്ട് ഉണ്ടാവത്തുമില്ല, ലവർക്കൊട്ട് കിട്ടത്തുമില്ല. അവസാനം ഇവർ രണ്ടുപേരും ജന്മശത്രുക്കളായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദോഷഗതികളൊക്കെ മാറി മേടിച്ചിട്ടുള്ള കാര്യങ്ങൾ സന്തോഷപരമായിട്ട് ദൈവാനുഗ്രഹത്താൽ തിരിച്ചു കൊടുത്ത് നാളെ ഒരു ബുദ്ധിമുട്ടിന് ചെന്ന് ചോദിച്ചാൽ അവർ തിരിച്ചു തരേണ്ട ഒരു സാഹചര്യം നമ്മൾ ചെന്ന് പറയാൻ നേരത്ത് തന്നെ കിട്ടാനായിട്ടുള്ളൊരു യോഗം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന പ്രവൃത്തി മൂലമാണ് അവർ നമുക്ക് വീണ്ടും ഒരു സഹായം ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അവരെ ഉപദ്രവിക്കുന്നതിനും അവരെ മാനസികരമായിട്ട് വിഷമപ്പെടുത്തുന്നതിനും ഒക്കെ ഒരു പരിഹാരമായിട്ട് ചന്ദ്രദേവനെ പ്രാർത്ഥിക്കുന്നത്, 108 തവണ ചന്ദ്രഗായത്രി ചൊല്ലുന്നതും ഉപരി പാർവതി ക്ഷേത്രത്തിലും അതേപോലെ ദുർഗാദേവി ക്ഷേത്രത്തിലും പോയി ദീപാരാധന കണ്ട് തൊഴുത് കൂവളമാല, ആ മാലയ്ക്കകത്ത് നാരങ്ങയും കൂടെ വെച്ച് മാല കെട്ടി ശിവക്ഷേത്രത്തിൽ കൊടുക്കുന്നതും വളരെ ശ്രേഷ്ഠപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു 21 പ്രാവശ്യം ആ കാര്യങ്ങൾ ചെയ്ത് 108 പ്രാവശ്യം ഓം ക്ഷീരപുത്രായ വിദ്മഹേ അമൃതത്വത്വായ ധീമഹി തന്ന ചന്ദ്രപ്രചോദയാത് എന്നുള്ള നാമധേയം 108 തവണ പ്രാർത്ഥന, അതുകൂടാതെ ഒരു ചന്ദ്രപ്പൊങ്കാലയും കൂടെ ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യഥാവിധി അനുസരിച്ച് ജോലി ഇല്ലെങ്കിൽ ജോലി ഉണ്ടാവുകയും അങ്ങനെ ആ ജോലിയുടെ ഭാഗത്തോട് അനുബന്ധമായിട്ട് കിട്ടുന്ന വേതനങ്ങൾ നമ്മൾക്ക് സമയബന്ധിതമായിട്ട് കടവ്യാധികളെല്ലാം കൊടുത്തു തീർക്കാനായിട്ടുള്ളതെല്ലാം പൂർണ്ണമായിട്ടും അത് തീർന്ന് മനസ്സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് സിദ്ധമായി വന്നിരിക്കുന്നതായിരിക്കും. അതിലൊരു സംശയവുമില്ല. ഈ ഒരു വഴിപാട് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോക്ക്, അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്കത് കിട്ടിയിരിക്കും.